പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട്, ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട്, ഓഫീസ് നിർമ്മാണ ഫണ്ട് ഇവയിലെല്ലാം വലിയ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തെ CPIM പുറത്താക്കി. അതിനുശേഷം CPIMന്റെ ജില്ലാ സെക്രട്ടറി സുദീർഘമായ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും പാർട്ടി തീർപ്പാക്കിയ വിഷയത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ രംഗത്ത് വന്ന കുഞ്ഞികൃഷ്ണനെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഉയർന്നുവന്ന എല്ലാ ആശങ്കകളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും ശരിയാവണ്ണമുള്ള പരിശോധന നടത്തുകയും അവയിലെല്ലാം എല്ലാവർക്കും ബോധ്യമുള്ള ഒരു തീർപ്പുണ്ടാക്കുകയും ചെയ്തു എന്നാണ് KK രാഗേഷ്, CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പല സംഗതികൾക്കും തെളിച്ചമുള്ള മറുപടി പറയാൻ രാഗേഷ് തയ്യാറായില്ല. കണക്കുകളുടെ വിശദാംശം പൊതുസമൂഹത്തിന് മുൻപാകെ വെക്കാൻ കഴിയില്ല. പാർട്ടി പ്രവർത്തകരോടും ആവശ്യമെങ്കിൽ പാർട്ടി ബന്ധുക്കളോടും വിശദീകരിച്ചോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യാജ റെസീറ്റുകൾ സൃഷ്ടിച്ചടക്കമുള്ള കാര്യങ്ങളിൽ രാഗേഷ് പൂർണ്ണമായും കണക്റ്റാവുന്ന വിവരങ്ങൾ നൽകിയോ എന്ന് ഇപ്പോഴും സംശയമാണ്. അത് സീരിയസ് ആയി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനെ കുഞ്ഞികൃഷ്ണനെ എന്നതുപോലെ തന്നെ അടിച്ചമർത്താനാണ് സർക്കാർ പക്ഷം അല്ലെങ്കിൽ CPIM കണ്ണൂരിൽ ആഗ്രഹിച്ച് നാം കണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് CPIMനൊപ്പം 5 പതിറ്റാണ്ട് കാലം സഞ്ചരിച്ച ഒരാൾ, CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ വിരാമമിടാൻ പാർട്ടിക്ക് കഴിഞ്ഞോ? അതോ ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും പുകമറ അവിടെ നിൽക്കുകയാണോ? സത്യത്തിൽ CPIMനകത്ത് നടക്കുന്നത് എന്താണ്? അതോ കുഞ്ഞികൃഷ്ണൻ്റേത് കേവലമായ മധുസൂദനോടുള്ള വ്യക്തിവിരോധ പ്രകടനം മാത്രമായി കണ്ടാൽ മതിയോ? എങ്ങനെ കാണും കേരളം അതിനെ, വോട്ടർമാർ അതിനെ? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. CPIM ഈ ചർച്ചയിൽ ആളുകളെ അനുവദിച്ചിട്ടില്ല. നമ്മോടൊപ്പോൾ ജയരാജ്, ഇടതു നിരീക്ഷകൻ, വസന്ത് സറിയക്ക് കോൺഗ്രസിൽ നിന്ന്, NV ബാലകൃഷ്ണൻ നിരീക്ഷകൻ, NP ചെക്കുട്ടി നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ജയരാജ്, ഈ കാര്യത്തിൽ സമ്പൂർണ്ണമായും ഈ വിവാദത്തിന്റെ വാതിൽ അടയ്ക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം CPIMനുണ്ടാകുമോ? ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞികൃഷ്ണൻ ഈ വിവാദം തുടങ്ങിയിട്ട് ഒരു 4-5 വർഷങ്ങളായിട്ട് ഈ വിവാദങ്ങൾ പരസ്യവേദി പൊതുവേദികളിൽ ഇപ്പം ആകസ്മികമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞെന്നും അത് വളരെ സതുദ്ദേശപരമായെന്നും അല്ലെങ്കിൽ പാർട്ടിയെ തിരുത്താൻ വേണ്ടിയാണെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് അദ്ദേഹത്തിന് നീതി ലഭിക്കാത്തതുകൊണ്ട് കണക്ക് അവതരിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഉള്ള കാര്യമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ചില വിഷയങ്ങളാണ്. ഇതിനകത്ത് വ്യക്തിവിരോധം തന്നെയാണ് കാര്യം. ഇദ്ദേഹത്തിന് ഈ മധുസൂദനെതിരെയുള്ള വ്യക്തിവിരോധം, ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KP മധുവിന് അച്ചടക്കം നടപടി എടുക്കുമ്പോഴാണ് ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്നത്. ഈ പറഞ്ഞ കണക്കുള്ള 5 പതിറ്റാണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്ന് പിന്നെ ഏരിയ സെക്രട്ടറി ആവും. ഏരിയ സെക്രട്ടറിയിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും 9 മാസം ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി, അവിടെ ഏരിയ കമ്മിറ്റിയിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു വെക്കുകയാണ്. അങ്ങനെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞ് ഒത്തീർപ്പാക്കുന്നത്. ഇതിനകത്ത് വൈരനിരാധന വിദ്യയോട് കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ഇതിന് ഒരുപാട് മീഡിയ കവറേജൊക്കെ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വരാൻ പോകുന്നുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചർച്ചയിൽ അദ്ദേഹത്തോട് നേർക്കുനേർ വെല്ലുവിളിച്ചതാണ്, താങ്കൾക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അവതരിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെളിവുകളെല്ലാം 29-ാം തീയതിത്തെ പുസ്തകത്തിനകത്ത് കാണും എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിന് നേരെ തിരിച്ച് നിങ്ങളിപ്പോൾ KK രാജകൃഷ്ണൻ്റെ ചോദിച്ചത്. എന്നിട്ട് ഞാൻ അവിടുത്തെ പാർട്ടി സഹാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെയില്ല. 36 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ധനരാജിന് വീട് വെച്ച് കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ വൈഫിന് ജോലി കൊടുത്തത്, അതിനുശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജനപ്രതിനിധിയാക്കിയത്, അദ്ദേഹത്തിൻ്റെ കേസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ള തുക പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചത്, ഇതെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ ഒന്നെന്ന് പറയേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. 6-7 പ്രാവശ്യമാണ് CM സ്റ്റീഫൻ സ്മാരക ഫണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിച്ചിട്ട് അവസാനം ഇടതുപക്ഷ അധികാരത്തിൽ വരുന്ന സമയത്താണ് കോൺഗ്രസ്സുകാരനായ CM സ്റ്റീഫൻ്റെ പേരിൽ അവിടുത്തെ മുനിസിപ്പൽ ലൈബ്രറി അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈബ്രറി നാമകരണം ചെയ്യുന്നത്. അത് ഇടതുപക്ഷക്കാരാണ് ചെയ്യുന്നത്. അത് CM സ്റ്റീഫനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ്.
കോൺഗ്രസ്സുകാർ 7 തവണയാണ് ഫണ്ട് പിരിച്ചത്. കെ കരുണാകരൻ സ്മാരകത്തിൻ്റെ പേര്, മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് വരും. ഇതൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് വരും. ഇതെല്ലാം ഉള്ളപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇവരെല്ലാം ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളാണ്, ഇങ്ങനെ ഒരു ഫണ്ട് തിരിമറിയും ചെയ്യാത്ത ആളുകളാണ്. ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹമാണ് പറയുന്നത് 17 ഏരിയ കമ്മിറ്റി മെമ്പർമാർ അദ്ദേഹത്തിന് അനുകൂലമായി നിന്നു. 17 ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലമായി നിന്നെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നത്? എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഒഴിവാക്കുന്നത്? 17 പേര് ഇദ്ദേഹത്തിന് അനുകൂലമായി നിന്നു എന്നൊക്കെ നട്ടാക്കുരുക്കാത്ത നുണയാണ് വരുന്നത്. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കണ്ണൂർ ജില്ലയെന്ന് പറയുന്നത് CPM-ൻ്റെ ഏറ്റവും ശക്തമായ പ്രദേശമാണ്. ആ പ്രദേശത്താണ് RSSകാർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. CPM സഹാക്കളെ വെട്ടിക്കൊന്നിട്ടുള്ളൊരു സ്ഥലമാണ്. RSSൻ്റെ ഒരു ചാനലിൽ രാജീവ് ചന്ദ്രശേഖർ CEO ആയിട്ടുള്ളൊരു ചാനലിൽ വന്നിരുന്നുണ്ട്. ഇദ്ദേഹം കൊടുക്കുന്ന ഒരു അഭിമുഖം, ആ അഭിമുഖത്തിന് വ്യക്തമായ താല്പര്യങ്ങളില്ലേ? ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാനില്ല. ഇത് ആരുടെ അച്ചാരം മേടിച്ചുകൊണ്ടിട്ടാണ് ഇദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹം അല്ലാതെ അങ്ങനെ ആണോ? ധൻരാജ് ഫണ്ട് എത്ര കിട്ടിയെന്ന് ആർക്കും അറിയില്ല. എത്ര കിട്ടിയെന്നറിയില്ല, അത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ല എന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്. കിട്ടിയതിന് കണക്ക് വേണം, 1. 2 കിട്ടിയാൽ കിട്ടിയ സമയത്ത് കണക്ക് വെക്കണം. വർഷങ്ങൾ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് എത്ര പൈസ കിട്ടി, അത് ആർക്ക് എത്ര കൊടുത്തു, എങ്ങോട്ട് എത്ര വക മാറ്റി എന്നതിന് വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തേത്, ആ ഫണ്ടിലെ തട്ടിപ്പ് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വ്യാജ രസീത് ഉണ്ടാക്കി പണം പിരിച്ച കഥയടക്കം പറയാണ്. ആ പൈസയൊക്കെ എങ്ങോട്ടേക്ക് മാറ്റി, എവിടെയൊക്കെ പോയി, ആരൊക്കെ ചെലവാക്കി, അതിൻ്റെ വിശദാംശവും വ്യക്തതയും വേണ്ടേ? വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് ഏരിയ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി ഓഡിറ്റിന് വെക്കാറുണ്ട്. ഓഡിറ്റിന് വെക്കുന്നത് ആരെയാണ്? ഇതിൻ്റെ ഓഡിറ്റ് നടത്തുന്ന ആരെ വെച്ചിട്ടാണ്? NGO യൂണിയൻ്റെ അല്ലെങ്കിൽ ഈ ഓഡിറ്റ് രംഗത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹാക്കളെ തന്നെയാണ് ഇതിൻ്റെ ഓഡിറ്റിങ്ങിന് വെക്കുന്നത്. അങ്ങനെ അവർ കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തിയതിന് ശേഷമാണ് ഇത് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇലക്ട്രൽ ബോണ്ടൊന്നുമില്ല, ജനങ്ങളുടെ നിന്ന് വാങ്ങുന്ന പൈസയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോലെ BJP പോലെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ട് ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകളൊന്നുമല്ല CPM എന്ന് പറഞ്ഞ പാർട്ടി. അല്ലെങ്കിൽ ഈ 30% പിന്നെ ഈ കൈക്കൂലി മേടിച്ചിട്ട് അഴിമതി നടത്തിയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. ക്രൗഡ് ഫണ്ടിങ് പൈസ CPM റൺ ചെയ്യുന്നതെങ്കിൽ ജനങ്ങളോട് ആ നിലയ്ക്കുള്ള പ്രതിബദ്ധത ഉണ്ടല്ലോ. ഇതിപ്പോ ഒരു വലിയ പുകമറ ഉയർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പൈസ വാങ്ങിച്ച ജനങ്ങളോട് പറ, എത്ര കിട്ടിയെന്ന് പറ. എന്താ പറയാത്തെന്ന്? പറയേണ്ട ബാധ്യത ഇല്ലെന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളോട് പരമമായ ബാധ്യത ജനങ്ങളോടല്ലേ, അവരിൽ നിന്ന് പിരിച്ച പൈസ. കൃത്യമായിട്ട് പാർട്ടി തീർച്ചയായിട്ടും അയാൾ 29-ാം തീയതി കുറെ തെളിവുകളുമായിട്ട് പുസ്തകം അയാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പാർട്ടി നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്കിടയിൽ നിന്ന് പിരിച്ച പണമാണെങ്കിൽ ജനങ്ങളോട് കണക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയൊക്കെ ഇടയ്ക്ക് അങ്ങനെ പിരിച്ച പൈസ മുഴുവൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. എങ്കിൽ പറ, ധൻരാജ് ഫണ്ട് പിരിവ് നടത്തി, ഇത്ര രൂപ കിട്ടി, അതിൽ ഇത്ര ചെലവാക്കി, ബാക്കി ഇത്ര പാർട്ടി ചെലവാക്കി. കണക്കുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് രാജേഷ് പറഞ്ഞു. കൃത്യമായ കണക്കുകളോടെയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ, സമ്മേളനത്തിൽ പറയാൻ പറ്റത്തില്ലെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കുന്ന ഒരു പാർട്ടി, ഏറ്റവും ആദ്യമേ ടാക്സ് റിട്ടേൺസ് ഒരു പിഴ പോലും ഇല്ലാതെ കൃത്യമായിട്ട് സമർപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ CPIM എന്ന് പറയുന്ന പാർട്ടി. കൃത്യമായിട്ട് എത്ര പൈസ വരുമാനമുണ്ട്, അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ടാക്സ് പേ ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ഹാജരാക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ട്രാൻസ്പെറൻസി, 100% ട്രാൻസ്പെറൻസി ഉള്ള ഒരു പാർട്ടിയാണ്. പിന്നെ ചെറിയ ചില ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്പൻസീസ് കമ്മിറ്റിയിൽ വെച്ചിട്ട് അത് പരിഹരിക്കാറുണ്ട്. ഈ പറഞ്ഞത് കണക്കോലെ പലതരത്തിലുള്ള ആളുകളാണല്ലോ ഇതിനകത്ത്. മധുസൂദനൻ ഫണ്ടൊന്നും പിരിച്ചിട്ടില്ല. മധുസൂദനൻ ഫണ്ട് പിരിച്ചെന്നാണല്ലോ ഈ പറയുന്നത്. മധുസൂദനൻ ഇതിനകത്ത് ഫണ്ട് പിരിച്ചിട്ടില്ല. പിന്നെ ഈ രസീത്, കാണാതെ പോയ രസീത്, അതിനകത്ത് കോടികൾ പിരിച്ചു, 4 ബുക്കുകളിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ പിരിച്ചു എന്നൊക്കെ പറയുന്നത് ഊഹാപോഹങ്ങളാണല്ലോ ഈ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണോ? ഇതെന്താണ് ഈ 4 വർഷത്തിന് ശേഷം ഇയാൾ കൊണ്ടുവന്നത്? ഇയാളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇയാൾ പറയുന്നത്, ഇയാൾക്കിപ്പോൾ വീരപരിവേഷമാണല്ലോ മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്നത്. കുറച്ച് ആളുകൾ അയാളുടെ പുറകെ വഴിതെറ്റിയ കുറേ സഹാക്കളും കുറച്ച് ദിവസം അയാളുടെ കൂടെ കാണും. ഈ ഇലക്ഷൻ കഴിയുന്നുണ്ട് അയാൾ വിസ്മൃതിയിലേക്ക് പോകും. ഒന്നാമത് അടിയുറച്ചൊരു പാർട്ടിക്കാരനല്ലെന്നാണ്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, ഇത് കൃത്യമായിട്ട് ഞാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തി തന്നെ പറയുകയാണ്, വിമർശനവും സ്വയം വിമർശനം വേണം. ഈ ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്കോ ഒരു പാർട്ടി മെമ്പറായിട്ടോ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ, ഈ NV ബാലകൃഷ്ണനൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അറിയാം. എടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് സ്ക്രീൻ ചെയ്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും ആ സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനകത്തുള്ള ഒരു കേഡറിൻ്റെ സ്വഭാവം എന്തായിരിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളൊരു പാർട്ടിയാണ്. അത് കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്ന് പെർമനൻറ്റ് മെമ്പർഷിപ്പിലേക്കും അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഒരാൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ആ ഒരു ക്വാളിറ്റിയുള്ള ആ ക്വാളിറ്റി എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് രംഗത്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളെ
റിട്ടയർമെൻറ്റിന് ശേഷം വന്നിട്ട് പാർട്ടിയിലേക്ക് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയിലേക്ക് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അവിടെ ഇരുന്നുകൊണ്ട് ഓഡിറ്റിന് ഏർപ്പെടുത്തുന്ന അത് കൃത്യമായിട്ട് അയാൾ ഓഡിറ്റ് ചെയ്തിട്ട് ഇതിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണം ഉന്നയിക്കുന്ന ആരോപണം കൃത്യമായിട്ട് പാർട്ടിക്ക് ബോധ്യപ്പെടാതിരിക്കുകയും അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ 4 വർഷത്തിന് ശേഷം വന്ന് പറയുന്നതിനകത്ത് അത് പ്രസന്റ് ചെയ്യുന്ന മീഡിയ ഇതൊക്കെ സംശയത്തിന്റെ നിഴലിലാണ്. ഇതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? കുഞ്ഞികൃഷ്ണന് പാർട്ടിക്കെതിരായി തെളിവൊന്നും പുറത്തുവിടാൻ കഴിയുന്നില്ല, ആരോപണങ്ങൾ മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ എന്നാണ് ജയരാജന്റെ വാദം. പാർട്ടിയുടെ വാദവും അത് തന്നെയാണ്. എൻ വി ബാലകൃഷ്ണൻ, സത്യത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾ തെളിവുകളൊന്നുമില്ലാതെ കേവലമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരാളായി ചുരുങ്ങുന്നുണ്ടോ? എനിക്ക് ചിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് റിട്ടയർമെൻറ്റിന് ശേഷം പാർട്ടിയിൽ വന്ന ഒരാളാണ്. അയാൾക്ക് പാർട്ടി ക്രെഡൻഷ്യലും പാർട്ടി ഇതൊന്നുമില്ല. ഈ ജയരാജൻ എന്ന് പറയുന്ന ഡോക്ടർ ജയരാജൻ എന്ന് പറയുന്ന ആൾ ദീർഘകാലമായി പാർട്ടിയിലുള്ള ആളാണ്. അദ്ദേഹം പാർട്ടിയെക്കുറിച്ചൊക്കെ അറിഞ്ഞ ആധികാരികമായി സംസാരിക്കുന്ന ആളാണ്. ഞാൻ എന്താ പറയാ, ജയരാജന്റെ ക്രെഡൻഷ്യൽസും അതുപോലെ തന്നെ ഈ കുഞ്ഞികൃഷ്ണന്റെ കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യമായ വിവേകം, ഒരു സാമാന്യ വിവേകമുള്ള മനുഷ്യന്മാരാരും പറയുന്ന വർത്താനമല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ കണ്ണൂർ പോയിട്ട് ഈ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ്, എത്ര കാലമായുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി ആയിട്ടും അതിനു മുമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും ഒക്കെ ആയിട്ട് എത്ര കാലമായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ട് 50 വർഷത്തെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ജയരാജൻ സഖാവ് പറയുന്ന പോലുള്ള ഒരു പ്രശ്നമല്ല. അത് അറിയണമെങ്കിൽ ഒന്ന് ഇവിടത്തോളം പോയാൽ മതി, പയ്യന്നൂർ വരെ പോയാൽ മതി, അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കുഞ്ഞികൃഷ്ണൻ സഖാവ് ആരാണെന്നും അതുപോലെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണെന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാവും. അതുകൊണ്ട് ഇതുപോലുള്ള ഈ ചാനലുകളിലൊക്കെ വന്നിട്ട് പാർട്ടിയുടെ വക്താവ് ഞങ്ങളിപ്പോൾ എന്താണ് ജയരാജനെ പാർട്ടിയായിട്ട് കാണണം, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടി വിരുദ്ധനുമായിട്ട് കാണണം, എന്തൊരു കലികാല വൈഭവം എന്നല്ലാതെ മറ്റൊന്നും ജയരാജൻ സഖാവ് ഞങ്ങളോട് പറയാനില്ല. അതാണ് എനിക്ക് ആദ്യമേ തുടക്കത്തിൽ പറയാനുള്ളത്. പിന്നൊന്ന് വേറെ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ തന്നെ ജയരാജൻ അസംബന്ധം എഴുന്നള്ളിച്ചപ്പോൾ വളരെ കൃത്യമായി കുഞ്ഞികൃഷ്ണൻ സഖാവ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ചാനലിൽ ഇരിക്കുന്നുണ്ട്, ആ ചാനലിൻ്റെ ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കളവ് മാത്രം നുണ മാത്രം പറഞ്ഞങ്ങനെ ആളുകൾ എല്ലാ കാലത്തും ആട്ടിനെ പട്ടിയാക്കുന്ന പോലെ പ്രചരിപ്പിക്കാന്ന് പറയുന്നതിലൊരു കാര്യമില്ല. ഞാൻ ജയരാജൻ സാഹിബിനോട് വീണ്ടും ചോദിക്കട്ടെ, പ്രധാനമായിട്ട് അതിനകത്ത് ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്ന് വെച്ചാൽ രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യം എടുക്കാം നമുക്ക്. രക്തസാക്ഷി ഫണ്ടിൽ 34.25 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ചിട്ട് വീടുണ്ടാക്കി കൊടുത്തു എന്നാണ് പാർട്ടിയുടെ വരവ് ചെലവ് കണക്കിൽ പറയുന്നത് എന്ന് കൃത്യമായി ഇയാൾ പറയുന്നു. എന്നാൽ 29.25 ലക്ഷം ഉറുപ്പിക മാത്രമാണ് വീടിന് വേണ്ടി ചെലവായത്. ബാക്കി പണം എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കുമ്പോൾ 5 ലക്ഷം ഉറുപ്പിക കണക്കെഴുതിയിട്ടുള്ള കാശ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പോയില്ല. പകരം അത് ഏരിയ സെക്രട്ടറി പിൻവലിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതൊന്നും വെറുതെ വർത്തമാനം പറയുന്നില്ലല്ലോ. വളരെ കൃത്യമായി പയ്യന്നൂരിലെ ആളുകൾക്ക് ഈ പാർട്ടി അച്ചടിച്ചിട്ടുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ചാനലുകളുടെയും കൈവശമായ രേഖകളുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ്, കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വേറൊരു 2 ലക്ഷം ഉറുപ്പിക ആപ്പി സെക്രട്ടറി ഇതുപോലെ തന്നെ പിൻവലിക്കുന്നുണ്ട്. ആപ്പി സെക്രട്ടറി പിൻവലിക്കുന്നത് ഏതെങ്കിലും ചെലവ് കാണിച്ചിട്ടല്ല, ഒരു ചെലവും കാണിക്കാതെയാണ് പിൻവലിക്കുന്നത്. ആ പിൻവലിച്ച കാശ് അവിടെ പോയി എന്ന് അന്വേഷിക്കുമ്പോൾ അതും സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ പറഞ്ഞതിന്റെ മലയാളം എന്താണ്? ഇതിനകത്ത് ജയരാജൻ സഖാവിന് എന്തെങ്കിലും കൊള്ളരുതായ്മകൾ തോന്നുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അദ്ദേഹം മധുസൂദൻ സഖാവ് ഫണ്ടൊന്നും പിരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മധുസൂദൻ സഖാവ് ഫണ്ട് പിരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട രസീത് കാണാതായതിൻ്റെയൊക്കെ തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് കൊടുത്തിരിക്കുന്ന കണക്കിൽ തന്നെ എന്താണ് 20 റെസീറ്റ് ഉപയോഗിച്ചിട്ട് 23.25 ലക്ഷം ഉറുപ്പിക പിരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത കണക്കാണ്. അദ്ദേഹം കൊടുത്തിട്ട് മധുസൂദനും കൊടുത്ത, ജയരാജനല്ലല്ലോ കണക്ക് കൊടുക്കുന്നത്, മധുസൂദനും കൊടുത്ത കണക്ക് പ്രകാരം 23.25 ലക്ഷം ഉറുപ്പിക. ആ പറഞ്ഞതിന്റെ മലയാളം എന്താണെന്നറിയാമോ? ജയരാജന് ഒരു റെസീറ്റ് ഉപയോഗിച്ച് 1 ലക്ഷത്തിലധികം ഉറുപ്പിക പിരിച്ചിട്ടുണ്ട് എന്നാണ്. 1 ലക്ഷത്തിലധികം ഉറുപ്പിക പിരിച്ചിട്ട് ജയരാജൻ അറിയാമോ പാർട്ടി കമ്മിറ്റിക്കകത്ത് ഒരു പാർട്ടി സഖാവിന് പരമാവധി പിരിക്കാവുന്ന തുക എത്രയാണെന്ന്? CPM-നകത്ത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മെമ്പർ, ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഏരിയ കമ്മിറ്റി മെമ്പർ, ജില്ലാ കമ്മിറ്റി മെമ്പർ, ഇങ്ങനെയുള്ള ആളുകൾ എത്ര പണം അവർക്ക് പിരിച്ചെടുക്കാം, പൊതുജനങ്ങൾ പിരിച്ചെടുക്കാം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരത്തിൽ 1 ലക്ഷം ഉറുപ്പിക പിരിച്ചെടുക്കാവുന്ന സഖാക്കൾ ആരുമില്ല. അപ്പോൾ ഈ പിരിച്ചതിന്റെ കാര്യം എന്താണ്? ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് എത്രയെങ്കിലും കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള 70 ലക്ഷം ഉറുപ്പിക, പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി പിരിച്ചെടുത്തിട്ടുള്ള 70 ലക്ഷം ഉറുപ്പിക, ആ 70 ലക്ഷം ഉറുപ്പിക പാർട്ടി ഓഫീസ് നിർമ്മാണ കമ്മിറ്റിയുടെ വരവിൽ നിന്ന് വന്നിട്ടില്ല. ആ 70 ലക്ഷം ഉറുപ്പിക ആവിയായി പോയോ?
ഈ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ അതായത് ഈ ഒത്തുതീർപ്പുകൾ മെരുക്കിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കപ്പുറത്ത് ഈ കണക്കുകൾ സെറ്റിൽ ചെയ്യുന്നതിനാവശ്യമായിട്ടൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ജയരാജൻ സഖാവ് ഇത് ചെയ്തു, ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഈ പ്രശ്നം പുറത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജയരാജൻ സാഹിബിനോട് കാര്യം ചോദിട്ടെ, ഓഡിറ്റ് ചെയ്യുന്ന കാർത്തിയാണ്, ആനയാണ്, പൂരിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. വളരെ സിമ്പിളല്ലേ ജയരാജൻ സഖാവെ പ്രശ്നം? നിങ്ങൾ മൂന്നാമതൊരു ഓഡിറ്ററെ നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടി വെക്കുക. കാരണം നിങ്ങൾ പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക രഹസ്യങ്ങളോ മിനിറ്റ്സ് പുസ്തകങ്ങളോ നയനിലപാടുകളോ അല്ലെങ്കിൽ നടപ്പിലാക്കിയ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തുവിടേണ്ട, ആൾ കാണണ്ട, അത് പാർട്ടിയുടെ സ്വകാര്യതയായി സൂക്ഷിച്ചോളൂ. പക്ഷെ ഇത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ്. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം ചെലവഴിക്കുന്നതാണ്. അങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം ചെലവഴിച്ചതിനെ കുറിച്ച് ദേശാഭിമാനി പത്രത്തിനകത്ത് വരവ് ചെലവ് കണക്ക് പലതവണ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അല്ലാതെ കെ രാഗേഷ് പറയുന്ന പോലെ അത് പാർട്ടി കമ്മിറ്റി ബോധ്യപ്പെട്ടാൽ മതി എന്നുള്ളത് CPIMന്റെ നിലപാടല്ല. അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ മാത്രം നിലപാടായിരിക്കും. പാർട്ടി ദേശാഭിമാനിക്കകത്ത് വരവ് കണക്ക് കൃത്യമായി പ്രസിദ്ധീകരിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്ര ഉറുപ്പിക ഇന്നെന്ന റെസീറ്റ് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെയാണ് പിരിച്ചത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇത് പരിശോധിക്കാൻ മൂന്നാമതൊരു ഓഡിറ്ററെ ചുമതലപ്പെടുത്തിയാൽ, പുറത്തുള്ള ഒരാളെ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് അത് വിശദമായിട്ട് പരിശോധിക്കാം. പരിശോധിച്ചിട്ട് കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണോ ശരി, അതോ അപ്പുറത്തുള്ള ആളുകൾ പറയുന്നതാണോ ശരി എന്ന് കൃത്യമായിട്ട് മനസ്സിലാവൂലേ? അത് നമുക്ക് ജനങ്ങളുടെ മുമ്പ് കൊണ്ടുവരാൻ പറ്റൂലേ? അപ്പൊ പാർട്ടി ഈ ആക്ഷേപത്തിന്റെ നേരിൽ നിന്ന് രക്ഷപ്പെടില്ലേ? അതിനെന്താ പാർട്ടി ശ്രമിക്കാത്തത്? അതിന് പാർട്ടി ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, ജനങ്ങളോട് കണക്ക് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ കമ്മിറ്റി ബോധ്യപ്പെട്ടാൽ മതി എന്നാണ് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ കൃത്യമാണ്, എല്ലാവർക്കും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് CPIMനകത്ത് ഹലോ 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 തേർഡ് പാർട്ടി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പിന്നെ ED CBI വരട്ടെ എന്നൊരു പരിഹാസ ലാഞ്ചനയോടെ പറയുകയാണ് C ജയരാജ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തേർഡ് പാർട്ടി അന്വേഷിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? CPIMന്റെ കണക്കുകൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യ രാജ്യത്തിലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ മാത്രമല്ല, കോടതി ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മിനിറ്റ്സ് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പത്രത്തിന്റെ കേസുണ്ടല്ലോ ഡൽഹിയിൽ, ആ പത്രത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ മിനിറ്റ്സും തീരുമാനങ്ങളും ഒക്കെ ED പരിശോധിച്ചിട്ടില്ലേ? അതിങ്ങനെ പരിശോധിക്കാനുള്ള അവകാശമുണ്ടെന്നേ, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഞങ്ങൾ ആരെയും കാണിക്കേണ്ട ബാധ്യതയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അതൊന്നും ഒരു സ്വതന്ത്ര ജനാധിപത്യ ഞാൻ പറയുന്നത് CPIMന്റെ മിനിറ്റ്സോ കാര്യങ്ങളോ ഹാജരാക്കണമെന്നൊന്നുമല്ല. CPIM ഒരു വിപ്ലവ പാർട്ടിയാണെന്നൊക്കെ ഇന്നും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരെ മിനിറ്റ്സും കാര്യങ്ങളൊക്കെ സ്വകാര്യമായി സൂക്ഷിക്കട്ടെ, നയനിലപാടുകൾ അവരെ രഹസ്യങ്ങളൊക്കെ രഹസ്യമായിരുന്നോട്ടെ. പക്ഷെ കണക്കൊരിക്കലും രഹസ്യമല്ല, ആരുടെയും കണക്ക് രഹസ്യമല്ല. ലോകത്തിൽ ഒരാളുടെയും ട്രംപ് മുതൽക്ക് താഴോട്ടുള്ള ഇന്ത്യയിലെ ലോകത്തിലെ ഒരു മനുഷ്യന്റെയും ഒരു സംഘടനയുടെയും കണക്ക് രഹസ്യമാവാൻ പാടില്ലാത്തതാണ്, രഹസ്യമാക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ നമുക്ക് വെബ്സൈറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ പോയാൽ പരിശോധിച്ചാൽ കിട്ടും. ആക്ഷേപം വന്നാൽ അത് പരിശോധിക്കുന്നതിന് മൂന്നാമതൊരു പാർട്ടി ഇടപെടുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ വേറൊരു മലയാളം എന്താണെന്നറിയാമോ? തങ്ങൾക്ക് പലതും ഇതിനകത്ത് മറയ്ക്കാനുണ്ട്, പേടിക്കാനുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ കണ്ണൂരിലെ ഈ പയ്യന്നൂരിലുണ്ടായിട്ട് നടാടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. 1991 ശേഷം, അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംഭവിച്ചിട്ടുള്ള വലിയ അപജയമുണ്ട്. വലിയ അപജയം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അപജയമാണ്. അതായത് വിപ്ലവം എന്ന് പറയുന്ന ഉടനെ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വന്നപ്പോൾ ഓരോരുത്തർ തൻ്റെ നിലയ്ക്ക് തൻ്റെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഈ പാർട്ടി സംവിധാനത്തെ ഉപയോഗിച്ചതിൻ്റെ ഒരു ചിത്രം ലോകത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തുണ്ട്. നമ്മളത് നിഷേധിച്ചുകൊണ്ട് കാര്യമില്ല. ഇനി കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ 2005 പാർട്ടി മലപ്പുറത്ത് നിന്ന് പാർട്ടി പിടിച്ചെടുക്കുന്നതോടുകൂടി, അങ്ങനെ പിടിച്ചെടുക്കപ്പെടുന്നതോടുകൂടി ഇത്തരത്തിലുള്ള സകല സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും പാർട്ടിക്കകത്ത് ഈട്ടം കൂടി വന്നിട്ടുണ്ട്. അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലും കേരളത്തിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. കോടികളുടെ, നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ കോടിക്കണക്കിന് ഉറുപ്പികയുടെ താങ്കൾ അതേസമയം വളരെ പ്രധാനപ്പെട്ട, വളരെ ടെക്നിക്കലായിട്ട് നമുക്ക് വളരെ സാങ്കേതികമായി തന്നെ കണ്ടെടുക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ പോലുള്ള കാര്യങ്ങളെന്ന് കൂടി പറയുകയാണ്. ഞാൻ പറയാം, CNP ചെക്കുട്ടി
ഇപ്പോൾ കണ്ണൂരിലെ CPIM, പ്രത്യേകിച്ച് പയ്യന്നൂരിലെ CPM, ധനരാജനെ പോലെ ഒരു കോമ്രേഡ് കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു രക്തസാക്ഷി ഫണ്ട്, അതിലെന്തെങ്കിലും ക്രമക്കേട് നടന്നുവെന്ന് പാർട്ടി ലീഡർഷിപ്പ് മനസ്സിലാക്കിയെന്നിരിക്കട്ടെ, അവർക്കത് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമോ? അത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കുമോ? ധനരാജനെ പോലെ സഖാക്കൾക്ക് ഹൃദയബന്ധമുള്ള ഹൃദയ വൈകാരികതയുടെ ഭാഗമായ ഒരാളുടെ ഫണ്ട് തട്ടിച്ചു എന്ന് വന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. മറ്റൊന്ന്, ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി ലോസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഭാവി സാധ്യതകളെയും അത് ബാധിക്കുകയാണ്. സോ ഇനിയിപ്പോൾ ഒരു വെട്ടിപ്പ് കണ്ടാലും മിണ്ടാൻ കഴിയാത്ത ഒരു പരിമിതാവസ്ഥ CPIMൻ്റെ ലീഡർഷിപ്പിന് ഈ കാര്യത്തിലുണ്ടോ സിറ്റേക്കുട്ടി? CPMനെ സംബന്ധിച്ചിടത്തോളം അവരൊരു വലിയ ക്രൈസിസിലാണ്. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞ മാതിരി തന്നെ ഏതാണ്ട് ഒരു 25 കൊല്ലങ്ങളായിട്ട് ഒരുതരം ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണ് ഈ പാർട്ടി നടക്കുന്നത്. ക്യാപിറ്റലിസ്റ്റുകളുമായിട്ട്, മുതലാളിമാരുമായിട്ട്, ധനം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള പലവിധ വഴിവിട്ട ബന്ധങ്ങളും പാർട്ടി സംവിധാനത്തിനകത്ത് അടി മുതൽ മുടി വരെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നിപ്പം നമ്മൾ പഴയ കാലത്ത് കാണുന്ന പാർട്ടി സംവിധാനമോ പാർട്ടിയുടെ ഒരു രീതിയോ ധാർമ്മികതയോ ഒന്നും അതിനകത്ത് നിലനിൽക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള കറപ്ഷൻ താഴെ മുതൽ മുകളിലോട്ട് താഴെ ഉണ്ട്. അപ്പോൾ കണ്ണൂരിൽ മാത്രമായിട്ടുള്ളൊരു വിഷയമല്ല ഇത്. എല്ലാ സ്ഥലത്തും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. തൃശ്ശൂരുണ്ടായിരിക്കുന്ന സംഭവം നോക്കൂ, ബാങ്കിലുണ്ടായിരുന്ന പണം എങ്ങോട്ടാണ് പോയത്? അതിപ്പോൾ എവിടേക്ക് എത്തിച്ചേർന്നത്? പാർട്ടി നേതാക്കളുടെ കയ്യിലേക്കാണ്. അപ്പോൾ ആ നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗവും ദുർവിനിയോഗവും വൻതോതിൽ നടന്നിട്ടുണ്ട്. കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ സംഗതിയാണ്. എന്താണ്? സാധാരണ നിലക്കൊരു അഴിമതി അല്ല ഇത് പാർട്ടിയുടെ രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സമാഹരിച്ച ധനമാണ്. ആ ധനമാണ് മാറ്റിയിരിക്കുന്നത്. ആ ധനമാണ് ആ കുടുംബത്തിന് വേണ്ടി മാത്രം സമാഹരിക്കുന്നത്, അല്ലാണ്ട് പാർട്ടി ഫണ്ടായിട്ട് സമാഹരിക്കുന്നതല്ല, കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സമാഹരിക്കുന്നതല്ല. മറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഒബ്ജക്റ്റീവ് അതിനുണ്ട്. അത് രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഫണ്ട് ഒരു കാരണവശാലും അവർക്ക് മാറ്റാൻ കഴിയില്ല. ഇതിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും വലിയൊരു വൈകാരികമായിട്ട് ഇഷ്യൂ ആവുന്നു, ഇത്രയും വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നു വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഈ തരത്തിൽ ഒരു രക്തസാക്ഷി ഫണ്ട് ഇങ്ങനെ പിന്നെ അട്ടിമറിക്കപ്പെടുന്നത്. മറ്റു തരത്തിലുള്ള ഒരുപാട് കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രക്തസാക്ഷി ഫണ്ട് പോലൊരു സംഗതി ആ കുടുംബത്തിന് കൊടുക്കാതെ അത് മറ്റു നിലയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പാർട്ടിയിൽ അടിമുതൽ മുടി വരെയുള്ള സാധാരണക്കാരായ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഇതിനുവേണ്ടി ഫണ്ട് കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഫണ്ട് പിരിക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വലിയ പങ്ക് മാറ്റിപ്പറിക്കപ്പെട്ടു എന്നൊക്കെ വന്നാൽ അത് പ്രശ്നമാണ്. പാർട്ടിക്കകത്ത് അത് പ്രശ്നമുണ്ടാക്കും, അണികൾക്കതിൽ പ്രശ്നമുണ്ടാക്കും. അത് പരിഹരിക്കുന്നതിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പരാജയപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം രാകേഷിൻ്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പല വിഷയങ്ങൾക്കും മറുപടിയില്ല. പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു, കണക്കുകളെല്ലാം വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു, കണക്ക് നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ കഴിയും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? ജനങ്ങളിൽ നിർമ്മിക്കുന്ന ഫണ്ട്, ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട്, അതിനെന്ത് സംഭവിച്ചു എന്ന് അവർ പറയാൻ അവർ ബാധ്യസ്ഥരല്ലേ? ആരായി ആരോപണം ഉന്നയിക്കുന്നത്? ആരോപണം ഉന്നയിച്ച ആൾ ഇന്നലെ കയറി വന്ന ആളൊന്നുമല്ല. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞാൻ ഈ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ആളാണ്. കണ്ണൂർ ദീർഘകാലം ഞാൻ ദേശാഭിമാനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂരുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതമായ രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരാളെ മാത്രമേ ജില്ലാ കമ്മിറ്റി എത്തുള്ളൂ. അവിടെ ഏരിയ കമ്മിറ്റിയിൽ എത്തണമെങ്കിൽ പോലും അത്രയും പ്രയാസമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ നിസ്സംഗമായി ഒരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് ചെലവാകാനിടയില്ല. CPM കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തെക്കും. ഇത്തരം പ്രതിസന്ധികളാണ് ഒഞ്ചിയത്ത് അവരെന്നെത്തിയിരിക്കുന്ന ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അത് പയ്യന്നൂരും സംഭവിക്കുന്നത് അസംഭവ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പയ്യന്നൂരിലുള്ള ഇപ്പോഴുള്ള അടിയിളക്കം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള പാർട്ടിയോടുള്ള പ്രതിഷേധം വളരെ വ്യാപകമായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വസന്ത്, ഇത് CPIMനകത്ത് ഫണ്ടിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. അത് നിങ്ങൾക്ക് എന്താണ് കാര്യം? നോക്കൂ നിഷാദ്, ഞാൻ ആലോചിക്കായിരുന്നു, ഈ കുലംകുത്തി വർഗവഞ്ചകൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന കണക്കിനുള്ള ചില വാക്കുകളില്ലായിരുന്നെങ്കിൽ CPMഉം അതിൻ്റെ സഹാക്കളും എന്ത് ചെയ്തു പോയതിനെ മാധ്യമങ്ങളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വലിയ ഫണ്ട് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ്റെ രക്തത്തിൻ്റെ പണം, ആ പണം പങ്കുവെച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നേരിടുമ്പോൾ ആ ആരോപണം വിശദീകരിക്കാൻ വരുന്ന പാർട്ടി സെക്രട്ടറിക്ക്, ജില്ലാ സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ അവരുടെ പാർട്ടി ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തു പോയാനേ എന്നാണ് എൻ്റെ സംശയം.
ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജയരാജ് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ പോലും ഇരുത്താൻ കൊള്ളരുതാത്ത ഒരുത്തനെ, അതായത് ഈ ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെ അവിടെ കൊള്ളാൻ ഇരുത്തിയാൽ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, DC-യിലേക്ക് പ്രൊമോട്ട് ചെയ്തു. നോക്കൂ, നിങ്ങളുടെ ഇപ്പം മീഡിയ വണ്ട കോഴിക്കോട് റിപ്പോർട്ടർ, അദ്ദേഹം ഒരു മോശക്കാരനാണെന്ന് ഇരിക്കട്ടെ, അവിടെ കോഴിക്കോട് നിങ്ങളുടെ മീഡിയ വണ്ട യാതൊരുവിധ തരത്തിലുള്ള പോളിസികളുമായി അദ്ദേഹം ചേർന്ന് പോകുന്നില്ല. അയാളെ അവിടെ ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അയാളെ പിടിച്ച് നിഷാദ് റാവുത്തറിൻ്റെ, അതായത് സീനിയർ ചീഫ് എഡിറ്ററിൻ്റെ പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുന്നു എന്ന കണക്കിനാണ് ഇദ്ദേഹം പറയുന്നത്. ഏരിയ കമ്മിറ്റിയിൽ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ DC-യിലേക്ക് വെച്ചു, ജില്ലാ കമ്മിറ്റിയിലേക്ക് വെച്ചു. വെറുതെ DC-യിലേക്ക് പേരെഴുതി വെക്കുകയാണോ ജയരാജ് നിങ്ങളുടെ പാർട്ടിയുടെ പോളിസി? അല്ല, അത് ഏരിയ സമ്മേളനം കൂടി, ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജില്ലാ സമ്മേളനത്തിലോട്ടുള്ള പ്രതിനിധികളെ പറഞ്ഞിട്ട് ജില്ലാ സമ്മേളനം കൂടിയല്ലേ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നത്. അതായത് ഈ ഏരിയ സെക്രട്ടറി ആയിട്ട് വീണ്ടും കൊണ്ട് വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ജില്ലയിൽ എടുത്തതെന്ന് പറഞ്ഞത്. അല്ല, ഏരിയക്കാട്ടിലും മുകളിലാണോ നിങ്ങൾ DC, അതോ അതിന്റെ താഴെയാണോ? എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുക. കമ്മിറ്റിയെ ഏകോപിതമായി കൊണ്ടുപോകുന്നതിൽ വീഴ്ച പറ്റിയെന്നാണ് കോടിയേരി കണ്ടെത്തിയത്. വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി തുടർന്നത്. ഏരിയ കമ്മിറ്റി ഏകോപിതമായി കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ പറ്റുന്നു, അദ്ദേഹം കൊണ്ട് കഴിയുന്ന കേപ്പബിലിറ്റി ഇഷ്യൂ, അത് പറഞ്ഞാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നത്. എന്താണ് ഏകോപിതമായി കൊണ്ടുപോകാൻ പറ്റാതെ വന്നത്? അതായത് സഹാബ് കോടിയേരിക്ക് അദ്ദേഹം രേഖാമൂലം ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ടെന്നേ. അവിടെയാണ് ജയരാജ് വന്നിരുന്നു പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിൽ പോയിരുന്നു വർത്താനം പറഞ്ഞു, അത് ശരിയല്ല എന്ന കണക്കിന്. ഇതേ ജില്ലയിൽ ഇതേ ജയരാജിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു നേതാവുണ്ടല്ലോ, ജയരാജ്, അങ്ങേക്ക് അറിയാമല്ലോ. അയാൾ രാജീവ് ചന്ദ്രശേഖരനുമായി ചേർന്ന് വൈദേകം റിസോർട്ടിൽ പങ്കുകച്ചവടമുണ്ട്. ഇലക്ഷന് തൊട്ട് മുമ്പ് പോയി തൃശ്ശൂരും തിരുവനന്തപുരം ഏതൊക്കെ തമ്മിൽ വെച്ചുമാറണം എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന ആരോപണമുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. EP ജയരാജനാവാം, P ജയരാജനാവാം, M ജയരാജനാവാം, ഏതോ ടിസഡ് വരെയുള്ള ജയരാജന്മാർക്ക് RSS നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുമായി പങ്കുവച്ചവടം നടത്താം, അതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തന്റെ രക്തത്തിന്റെ പണം അത് നിങ്ങൾ പങ്കിട്ടെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ആ പാർട്ടിയിലെ ഒരു സഖാവ് 5 വർഷമായി ഉന്നയിച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് 5 വർഷക്കാലമായി രേഖാമൂലം പരാതി കൊടുത്തിട്ട് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ ഉന്നയിച്ചിട്ടും ഉത്തരം കിട്ടാതെ വന്നാൽ ആ ധനരാജ് എന്ന് പറയുന്ന സഖാവിനൊരു വൈകാരികമായ അടുപ്പമുള്ളത് കൊണ്ട് അവന്റെ രക്തം ഈ പാർട്ടിക്ക് വേണ്ടി, നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഊറ്റിയതാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ആ രക്തത്തിന്റെ പണമെടുത്ത് ആരും അങ്ങനെ പുട്ടടിക്കണ്ട എന്ന് തീരുമാനിച്ചൊരു യഥാർത്ഥ സഖാവായതുകൊണ്ട് അയാളത് വിളിച്ചു പറഞ്ഞ ചാനലായിപ്പോൾ നിങ്ങൾക്ക് മോശം, അത് പറഞ്ഞ ഫ്ലോറ മോശം. പക്ഷെ അതിന്റെ മുതലാളിയുമായി പങ്കുവച്ചവടം നടത്തുന്ന സീനിയർ ലീഡർഷിപ്പിനെതിരെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. എന്നിട്ട് ഇന്ന് ജില്ലാ സെക്രട്ടറി വന്നിരുന്ന് പറയാണ് ഇത് ഞങ്ങളുടെ പാർട്ടിക്കാരുമാണ്, നിങ്ങൾ നോക്കണ്ട, ഇതെന്താ ബനാന റിപ്പബ്ലിക്കാണോ CPM എന്താ ഈ സംസ്ഥാനത്തെ ബനാന റിപ്പബ്ലിക്കാണോ? അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പിരിച്ച ലെവിയുടെ പൈസയല്ല ജയരാജ് ചോദിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന്, മെമ്പർമാരുടെ കയ്യിൽ നിന്ന് പിരിച്ച ലെവി എടുത്ത് കൊടുത്തതിന്റെ പൈസയല്ല, അവിടെയുള്ള സാധാരണക്കാരായ പയ്യന്നൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പിരിച്ച പൈസയാണ്. ബക്കറ്റുമായി നിങ്ങൾ കട കയറി പിരിച്ച പൈസയാ, ബക്കറ്റുമായി നിങ്ങൾ വീട് കയറി ഇറങ്ങി പിരിച്ച പൈസയാ. ദേശാഭിമാനി പത്രത്തിന്റെ മുകളിൽ ഈ ധനരാജിന്റെ മകൻ കിടക്കുന്ന ഒരു ചിത്രം ഇന്ന് ഞാൻ കണ്ടു. ആ ചിത്രം പ്രചരിപ്പിച്ച ആരാ? നിങ്ങളാ. എന്നിട്ട് അങ്ങനെ വൈകാരികമായി ആ കൊലപാതകത്തെ, വൈകാരികമായ ആ വിടവാങ്ങലിനെ നിങ്ങൾ എന്ത് ചെയ്തു? മാർക്കറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. വൈകാരികമായി നിങ്ങളുടെ ഒരു സഖാബിന്റെ കൊലപാതകത്തെ, ഒരു രക്തസാക്ഷിത്വത്തെ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാവോ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് പിരിച്ചെടുക്കാവുന്നതിന്റെ അങ്ങേറ്റം പിരിച്ചെടുത്തു. എന്നിട്ട് ആ പിരിച്ചെടുത്ത പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ പാർട്ടി ഓഫീസ് പണിതു എന്ന് പറയുന്നത് തന്നെ വകമാറ്റി ചെലവഴിക്കലാണ്. നിങ്ങളുടെ രക്തസാക്ഷിക്കായി ഫണ്ട് പിരിച്ചെങ്കിൽ ആ രക്തസാക്ഷിത്വം കൊണ്ട് നഷ്ടമുണ്ടായവരെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ നഷ്ടമുണ്ടായത് ആരാ? പാർട്ടിക്ക് ഒരു നഷ്ടമൊന്നുമില്ല, പാർട്ടിക്ക് ലാഭമാണ്. പുതിയൊരു രക്തസാക്ഷി ഉണ്ടായി ആ പേരിൽ നിങ്ങൾക്ക് ഫണ്ട് പിരിക്കാം. പക്ഷെ നഷ്ടമുണ്ടായത് അദ്ദേഹത്തിന്റെ വിധവയ്ക്കാണ്, മകനാണ്, അനാഥനാക്കപ്പെട്ടത് മകനാണ്. ആ വിധവയ്ക്കും മകനും എന്താ പൂർണ്ണമായി ആ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? പിന്നെ അദ്ദേഹം കോൺഗ്രസിനെതിരെ വലിയ ആക്ഷേപമാരികൾ ചൊരിയുന്നത് ഞാൻ കേട്ടു. വയനാട് ഫണ്ടിൽ 1,05,00,000 രൂപ KPCCക്ക് യൂത്ത് കോൺഗ്രസ് കൈമാറിയിട്ടുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്പെറന്റ് ആണ്, ജയരാജ് അടക്കം ആർക്കും പരിശോധിക്കാം, ഞാൻ അങ്ങേക്ക് അവസരം ഉണ്ടാക്കി തരാം ആവശ്യമുണ്ടെങ്കിൽ. പിന്നീട് അദ്ദേഹം എവിടത്തേക്കോ ഫണ്ടുകളുടെ കാര്യം പറഞ്ഞു. നോക്കൂ, ഇതൊക്കെ ജയരാജ് നിങ്ങളുടെ ആരോപണമാണ്, പാർട്ടിയുടെ വെളിയിൽ നിൽക്കുന്ന ആരോപണമാണ്. KPCCയുടെ 5 രൂപ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുടെ ആരോപണമാണ്. എന്നാൽ ഇതെങ്ങനെയാണ്? ഇത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അയാൾ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേവലമായ ആരോപണങ്ങൾ മാത്രമാണ്, അവയ്ക്കൊന്നും വസ്തുതയുടെ പിൻബലമില്ല, അവയ്ക്കൊന്നും പേപ്പറിന്റെ പിൻബലമില്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഈ ആരോപണത്തിന്റെ സവിശേഷത അവയെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടവയാണ്. കുഞ്ഞികൃഷ്ണൻ പറയുന്നതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പാർട്ടിയിലെ ചില നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് അസാധാരണമായി ഈ ഫണ്ട് മാറ്റുന്നു
ചില ആൾക്കാർ അത് പേഴ്സണലി വിഡ്രോ ചെയ്തെടുക്കുന്നു. ഒപ്പം വീടിന് വേണ്ടി വകയിരുത്തിയ തുക മുഴുവനായും വീടിന് ചെലവാക്കിയിട്ടില്ല. ധൻരാജിൻ്റെ കുടുംബത്തെ സഹായിക്കാനെന്ന ടൈറ്റിലിൽ പിരിച്ച പണം പാർട്ടി ആരോട് ചോദിച്ചിട്ട് വക മാറ്റുന്നു, അത് ആര് ഹാൻഡിൽ ചെയ്യുന്നു, ആരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു പോലെയുള്ള ക്വസ്റ്റ്യൻസിന് ഇപ്പോഴും അസാധാരണവും വിചിത്രവുമായ ഉത്തരങ്ങൾ തന്നെയാണല്ലോ കിട്ടുന്നത് ബാങ്ക് രേഖ പരിശോധിക്കുമ്പോൾ. സി ജയരാജ്, ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്, അതിനു മുമ്പ് എനിക്ക് വസന്തിനോടൊരു മറുപടി പറയണ്ട. അതേ മാർക്കറ്റിംഗ്, രക്തസാക്ഷികളെ മാർക്കറ്റ് ചെയ്ത് വൈകാരികമായി സമീപിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതേ കനകോലി സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് വൈകാരിക കിടന്ന് തള്ളുന്നത്. ആ സ്കൂളിൽ നിന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ശ്രീ NL ബാലകൃഷ്ണൻ പറഞ്ഞത് ഈ അസംബന്ധം, ഞാൻ പറയുന്നതെല്ലാം അസംബന്ധമാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ കുഞ്ഞികൃഷ്ണൻ ഒരു ചാനലിരുന്ന് വെല്ലുവിളിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള തെളിവുകളുണ്ട് ഹാജരാക്കാൻ. അദ്ദേഹം അന്നേരം എന്നോട് പറഞ്ഞെന്തോന്നു പറയുക, 29-ാം തീയതി ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, ആ പുസ്തകത്തിനകത്ത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഉണ്ടെന്നാണ് ആ ചാനലിൽ ഇരുന്നുകൊണ്ട് ഈ നോണ പറയല്ലേ, നോണ പറയല്ലേ, എണ്ണി ആ ചാനലിൽ പറഞ്ഞതാണ്. നോണ മാത്രം പറയല്ലേ. നോണയൊന്നും അല്ല, റെക്കോർഡുണ്ട്, എയറിലുണ്ടെന്ന് ഞാനല്ലേ വെല്ലുവിളിച്ചത്. 29-ാം തീയതി പുസ്തകത്തിൽ കാണുന്നല്ലേ അയാൾ പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ താങ്കൾ ഏതോ ഏരിയ കമ്മിറ്റിന്നോ പാർട്ടിന്നോ നടപടിയെടുത്ത് പുറത്താക്കിയതിന്റെ പേരിൽ താങ്കൾ അന്ന് തൊട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റിനെതിരെ പറയാൻ തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയെന്നല്ലോ. NV ബാലകൃഷ്ണനായിട്ട് ചർച്ചയ്ക്ക് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. NV ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫണ്ട് അമാസ് ചെയ്തെന്നൊക്കെ പറയുന്ന ഒരു ലോകത്ത് പോലും അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് എന്താണ് താങ്കൾ കണ്ണാടി നോക്കി കൊഞ്ഞനം കുത്തുന്ന? താങ്കൾ ആരാണ്? താങ്കൾ കുത്തക വല്ലതും തന്നിട്ടുണ്ടോ? താങ്കളല്ലേ പാർട്ടിയെ തിരുത്താനായിട്ട് താങ്കൾക്ക് ആരെങ്കിലും അനുഭവമുള്ള ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുകയും പുറത്തുപോയി എന്താണ് താങ്കൾക്ക് അറിയാവോ? താങ്കളൊന്ന് വന്ന് അന്വേഷിക്കുക പുറത്തുപോയെന്ന്. കൃത്യമായിട്ട് അറിയാം. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടായിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയതല്ലോ ഈ ചീത്തവിളി. അതുകൊണ്ടാണ് ഞാനൊരു ചാനലിൽ പറഞ്ഞത് താങ്കളുടെ വാക്കുകളെ ഞാൻ അറിയിക്കുന്ന എന്നിട്ടാണോ ജയരാജൻ പറയുന്നത്. താങ്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വ്യക്തിവിരോധമാണ്. കുഞ്ഞികൃഷ്ണന്റെ വിഷയം എന്ന് പറഞ്ഞാലും വ്യക്തിവിരോധമാണ്. ഇത് താങ്കൾ അന്ധമായി പിണറായി വിജയനോടുള്ള വിരോധം ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണന്റെ അന്ധമായിട്ട് മറ്റേ ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇത് കേക്ക് കാണുമ്പോൾ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ വ്യക്തിവിരോധമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? ജയരാജൻ സഖാവെ, നിങ്ങൾക്ക് കുഞ്ഞികൃഷ്ണൻ്റെത് വ്യക്തിവിരോധമാണെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണല്ലോ. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ കണക്ക് പരിശോധിക്കാൻ നിങ്ങളൊരു മൂന്നാമതൊരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നതോടെയാണ് നിങ്ങൾ പറയുന്നതാണ് ശരി. ഇത് എളുപ്പത്തിൽ തെളിയിക്കാലോ, ഒരാഴ്ച പോലും അതിന് ആവശ്യമില്ലല്ലോ. അതിന് നിങ്ങൾ തയ്യാറാവില്ലെന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കണക്ക് പരിശോധിക്കാൻ ഞങ്ങൾ പറയുന്ന കേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു മൂന്നാമതൊരാളുടെയാണ് ഏർപ്പെടുത്തിയെങ്കിൽ അയാളെ സ്വാധീനിച്ചെന്ന് പറയും. ഉടനെ പറയും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറയും. ഉടനെ പറയും CBI വിളിക്കാൻ പറയും. ഉടനെ പറയും ED വിളിക്കാൻ പറയും. ഇങ്ങനെ ഒരിക്കലും സുപ്രീം കോടതി വിധി തന്നാൽ പോലും അതിനെതിരെ പോലും നിങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ആളുകളെ ഒന്നും തൃപ്തിപ്പെടുത്തലല്ല നമ്മുടെ ജോലി. അവതരിപ്പിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് കണക്കുകൾ ജയരാജ് കണക്കുകൾ കൃത്യമായി ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. അല്ല, കണക്കുകൾ ഞങ്ങൾ കൃത്യമായി നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഒരു സമയം കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിക്കുന്നതേ, കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യും. ഈ വിഷയങ്ങളെല്ലാം തീർപ്പാക്കിയിട്ടുള്ളതാണ്, ഇതെല്ലാം പാർട്ടി ബന്ധുക്കൾക്ക് അറിവുള്ളതാണ് എന്ന് പറഞ്ഞാൽ പോരല്ലോ. കൺവിൻസിങ് ആവണ്ടേ, മനസ്സിലാവണ്ടേ.
നമ്മളെല്ലാവരും ഈ വിഷയം കാണുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ വളരെ നിങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. തീർത്തു എന്ന്. അങ്ങനെ നിങ്ങൾ തീർത്തു എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത് എന്ന് ചോദിക്കാൻ ഞാൻ. നിഷാദ് ഇതിനകത്ത് 36 ലക്ഷം രൂപ ചെലവാക്കി ധനരാജിന്റെ രക്തസാക്ഷി ധനരാജിന് വീട് വെച്ച് കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന മത്സരത്തിൽ അവരെ ജനപ്രതിനിധിയാക്കി. ബാക്കി വന്ന പൈസ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കല്ലേ വേണ്ടത്? ഇതൊന്നുമല്ല കുടുംബത്തിന് വേണ്ടുന്ന ഈ കേസിൽ വിജയിക്കണമല്ലോ. അല്ല ഈ വീടിന്റെ 35 ലാക്സിന്റെ കണക്കാണല്ലോ. അറൌണ്ട് 35 ലാക്സിന്റെ കണക്കാണ് ഈ വീടിന് പറയുന്നത്. ആ 35 ലാക്സിന്റെ കണക്ക് മൊത്തം വന്നിട്ടില്ല, ഫുൾ കണക്കില്ല. അതിൽ തന്നെ ഒരു പോർഷൻ തുക വ്യക്തിപരമായ ഒരു സഖാവിന്റെ അക്കൗണ്ടിലേക്ക് 29.25 ലക്ഷം രൂപയുടെ കണക്കാണുള്ളത്. അങ്ങനെയാണ് മൊത്തം കണക്ക് വരാൻ അങ്ങനെ ഓഡിറ്റ് നടത്തുക. പിന്നെ ഏത് കമ്മിറ്റി ഓഡിറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്? രസീത് മുഴുവൻ തിരിച്ചു വരാതെ, കണക്കുകൾ മുഴുവൻ വരാതെ, വിവരങ്ങൾ മുഴുവൻ മേശപ്പുറത്ത് വരാതെ എങ്ങനെ ഓഡിറ്റ് പൂർണ്ണമാവുക? കാത്തിരിപ്പ് കേന്ദ്രം. നിഷാദ്, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു MP ഫണ്ട്, MLA ഫണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പേരിൽ 25 ലക്ഷം രൂപ ചെലവാക്കി എന്ന് പറയുന്ന കാണുന്ന കേരളത്തിലാണ് ഈ കാര്യം നടക്കുന്നത് എന്നുള്ള കാര്യം തെറ്റാണ്. അത് എല്ലാവരും നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണും. ഇതിന് 25 ലക്ഷം രൂപ ചെലവാക്കിയാണോ? ഇതിന് 35 ലക്ഷം രൂപ ചെലവായോ? നമ്മൾ പലപ്പോഴും ആലോചിച്ച് പോകുന്ന ഫ്ലിംസി ഗ്രൗണ്ടിൽ 2 തൂണും കുഴിച്ചിട്ടിട്ട് തിരുവനന്തപുരത്ത് 2 സ്ഥലത്തുണ്ട്. കെ മുരളീധരൻ MP-യുടെ പേരിൽ 25 ലക്ഷം രൂപ ചെലവ്. ഇതിന് 25 ലക്ഷം രൂപയായിട്ട് 5 ലക്ഷം രൂപ പോലും ചെലവായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ എന്താണ് വ്യത്യാസം എന്നറിയോ ജയരാജ്? ഈ വെയിറ്റിംഗ് ഷെഡിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പണി നടത്തുക. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്വേഷിക്കുക തന്നെ വേണം. പക്ഷെ നിങ്ങളുടെ പാർട്ടി സഖാവിന്റെ ഒരു വീട് പണിയുമ്പോൾ അതിൽ ശ്രമദാനം ഉണ്ടാകും, പാർട്ടി പ്രവർത്തകരായിരിക്കും പണി ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങി നിങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര എന്ന് നാട്ടിലെ കണക്ക് പറഞ്ഞു വെച്ചാൽ ഈ രക്തസാക്ഷിയുടെ ഭവനത്തിന് അത് കണക്കേ ശരിയാവില്ല. ഇനി അങ്ങനെ കൂട്ടിയാൽ പോലും ഇത് ശരിയാവില്ല. പിന്നെ അങ്ങ് പറയുന്നത് എന്താണ്? അവിടെ അങ്ങനെയാണ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കൊള്ളയാണ്. അതായത് ഏത് MP ആയിക്കോട്ടെ, ഏത് MLA ആയിക്കോട്ടെ, ഞാനതിൽ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല. ഏതെങ്കിലും MLA പറഞ്ഞത് 25 ലക്ഷം കൊള്ളയാണെങ്കിൽ ഞങ്ങൾ കൊള്ള നടത്തും എന്ന് പറഞ്ഞാൽ എന്ത് മാന്യതയാ ജയരാജ്? കിണർകോലുമാണ് അങ്ങേക്ക് ഉത്തരം പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ കരകോലു എന്ന് പറഞ്ഞത് കിണർകോലു അയാൾ പറഞ്ഞു കേൾക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. താങ്കൾ എന്നെ പറയാൻ അനുവദിക്കുക. ആദ്യ നിമിഷം ഇടപെട്ട ആളാണ് ജയരാജ്. അതുകൊണ്ട് ജയരാജ് അതിന്റെ മര്യാദ മാന്യത എന്നെ പഠിപ്പിക്കൊന്നും ഇടപെട്ട ആളെയല്ല ഞാൻ പറഞ്ഞു തുടങ്ങി ആദ്യം ബ്രേക്ക് എടുത്ത് വേഗം തിരിച്ചു വരാം. അവരുടെ വേള പെട്ടെന്ന് ചർച്ചയിലേക്ക് വേണ്ടി ജയരാജ്, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. അതായത് ഈ കണക്കിന്റെ കാര്യത്തിൽ ബാങ്ക് ട്രാൻസാക്ഷന്റെ വിശദാംശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് കുഞ്ഞികൃഷ്ണൻ. അതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വിവരങ്ങളും മുന്നിൽ വരാതെ, എല്ലാ കണക്കുകളും ഒക്കാതെ, എല്ലാ റെസീറ്റുകളും മേശപ്പുറത്ത് വരാതെ എങ്ങനെയാണ് ഒരു ഫെയർ ഓഡിറ്റ് പൂർത്തിയാക്കാൻ കഴിയുക? ഓഡിറ്റ് നടന്നു എന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത്. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഈ ബാങ്ക് ട്രാൻസാക്ഷനിൽ പ്രശ്നങ്ങളുണ്ട്, വിടവുകൾ കാണാനുണ്ട്, എല്ലാ റെസീറ്റും മേശപ്പുറത്ത് വന്നിട്ടില്ല, എല്ലാ കണക്കും മേശപ്പുറത്ത് വന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ഓഡിറ്റ്? അപ്പോൾ അദ്ദേഹം പറയാണ് പാർട്ടി ഒരു കുടുക്കിലാണ്, രക്ഷിക്കാതെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് ഓഡിറ്റ് കമ്മിറ്റിയോട് പറഞ്ഞു പാർട്ടി. അവരതിനെ ഒപ്പിച്ച് നിന്ന് കൊടുത്തു എന്നാണ്. ഇതിനകത്ത് ഈ പാർട്ടി ഓഡിറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ NGO യൂണിയനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ടുള്ള ഈ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന AG's ഓഫീസിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള പാർട്ടി ഫ്രാക്ഷനിൽ നിന്നുള്ള ആളുകളെയാണ് ഇത്തരം ഓഡിറ്റിങ്ങിനൊക്കെ വെക്കുന്നത്. അവർ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് നടത്തിയിട്ട് അവർ പാർട്ടിക്ക് കൈമാറാറുണ്ട്. പാർട്ടിക്ക് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അവർക്ക് സ്റ്റേക്കൊന്നുമില്ല, അവരത് കൃത്യമായിട്ട് കൈമാറാറുണ്ട്. അങ്ങനെ വളരെ കൂലങ്കഷമായി നല്ല പ്രാക്ടീസുള്ള ആളുകളെയാണ് ഇതിന് വെക്കുന്നത്. അല്ലാതെ പാർട്ടി മെമ്പർമാരെ അല്ല ഇതിന് ഓഡിറ്റിന് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓഡിറ്ററെ അല്ല ഇത് വെക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്തിട്ടുള്ള പാർട്ടി ഫ്രാക്ഷനിലുണ്ടായിരുന്ന ആളുകളെയാണ് ഇത്തരം ഓഡിറ്റുകളും കാര്യങ്ങൾക്കൊക്കെ വെക്കുന്നത്. അവർ കൃത്യമായിട്ടുള്ള കണക്കുകൾ പാർട്ടിക്ക് അവതരിപ്പിച്ചതിന് ശേഷം, ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അത് വീണ്ടും കുഞ്ഞികൃഷ്ണനോട് പറഞ്ഞത്. അദ്ദേഹം ഈ പറയുന്ന 17 പേര് സപ്പോർട്ട് ചെയ്തു, 24 പേരിൽ 17 പേര് അയാളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ അത് തള്ളിപ്പോയേനെ. അല്ലെങ്കിൽ അങ്ങേർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എനിക്കൊരു കാര്യത്തിലൊരു എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കുള്ള എതിർപ്പ് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അത് മിനിറ്റ്സിൽ എനിക്ക് രേഖപ്പെടുത്താം കൃത്യമായിട്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ്, പാർട്ടി തീരുമാനത്തോട് യോജിക്കുന്നു,
പക്ഷേ എൻ്റെ എതിർപ്പ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. കൃത്യമായിട്ട് മിനിറ്റ്സ് ചെയ്യാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ പാർട്ടി കമ്മിറ്റിയിലുള്ളതാണ്, അദ്ദേഹത്തിന് അറിയുകയും ചെയ്യുന്നതാണ്. പിന്നെ ഈ 4 വർഷത്തിന് ശേഷം എന്തിനാണ് ഈ ഇലക്ഷൻ സമയത്ത്, ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ആരോ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് പറയാനുള്ള ആളുകളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് തന്നെ കുറ്റബോധം ഉണ്ടാവുകയും എന്തിനാണ് തൻ്റെ ഒരു പാർട്ടി ജീവിതം കളഞ്ഞു വിളിച്ചതെന്നുള്ള ഒരു വിഷമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കുറച്ചെങ്കിലും ചെറുപ്പക്കാരെങ്കിലും ഇതിൻ്റെ പുറകിന് പോകാൻ സാധ്യതയുണ്ട്. പയ്യന്നൂരിലെ പാർട്ടിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവരെയൊക്കെ നേരായ വഴിക്ക് എങ്ങനെ കൊണ്ടുവരണമെന്നും അത് കൃത്യമായിട്ടുള്ള നടപടി പാർട്ടി എടുക്കുകയും ചെയ്യും. അല്ലാതെ ഒരു കുഞ്ഞികൃഷ്ണൻ പോലെ EMSൻ്റെ പ്രസംഗത്തിൽ തന്നെ EMS പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ഒരാളാണ്, നാളെ ഞാൻ പാർട്ടിക്കെതിരെ ആയിക്കഴിഞ്ഞാൽ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിക്ക് പുറത്താണ് എന്ന് EMSൻ്റെ വളരെ വിഖ്യാതമായൊരു പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് നടക്കുന്നതായിട്ട് ഞാൻ ഇന്ന് രാവിലെ കണ്ടു. അപ്പോൾ ഇത് വീണ്ടും ഇതൊരു ഓർമ്മിപ്പിക്കലാണ്. ഇപ്പോൾ നിർഭൻ ചക്രവർത്തിക്കെതിരെ പാർട്ടി നടപടിയെടുത്തപ്പോൾ നിർഭൻ ചക്രവർത്തി അവിടെ ഒരു ബുക്ക് ഫെയറിനിരുന്ന് പുസ്തകം വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ പാർട്ടിയായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തവരെല്ലാം ആൻറ്റി പാർട്ടി ആക്ടിവിസ്റ്റ് ആവുകയല്ല സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ചിലർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അത് പോവുകയും ചെയ്യും. ചിലർ ഈ കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് ഇതിന് കോൺഗ്രസ്സിന് വരുന്നുണ്ട്, ഇതിന് ഫണ്ടുകൾ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട്. മറ്റ് പാർട്ടികൾക്കൊക്കെ ലീഗിനൊക്കെ വിദേശത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ടെല്ലാം ഇതിനകത്ത് നിന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, ഇത് ആസൂത്രിതമായ നീക്കമാണോ, ഇനി സംഘപരിവാർ തന്നെ വല്ലതും ചെയ്തതാണോ എന്നൊക്കെ ഇനി അന്വേഷിച്ച് കാലവേ തെളിയിക്കത്തുള്ളൂ. എനിക്കതിനെക്കുറിച്ച് ഞാനൊരു കാര്യമില്ലാത്തൊരു എയറിലിങ്ങനെ ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം. പക്ഷേ വളരെ കൃത്യമായിട്ടൊരു ലോഞ്ചായിരുന്നു, കൃത്യമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ വന്നതിൻ്റെ സമയം, ആ സമയത്തിൻ്റെ ഇതൊക്കെ ടൈംലിയാണ്. ആ ടൈമിൽ എന്തുകൊണ്ടാണ് പയ്യന്നൂരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു സാധനം വന്നത്? 4-5 വർഷം മുമ്പുള്ള ചില പോലീസ് സ്റ്റേഷൻ മർദ്ദന കേസുകളൊക്കെ വരുന്നുണ്ടല്ലോ, 2 വർഷം മുമ്പ് നടന്ന, 3 വർഷം മുമ്പ് നടന്ന, അതിന്റെ CCTV ഫുട്ടേജ് പോലെ ആയുധമായിട്ട് ഉപയോഗിക്കുക. ഈ കേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകം എഴുതാൻ 2-3 ദിവസം പോരല്ലോ, ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. ഒരു പുസ്തകം അദ്ദേഹം പ്രിപ്പയർ ചെയ്തു, അതിന്റെ ലോഞ്ച് എന്ന് വെച്ചാൽ അതിന്റെ പ്രസിദ്ധീകരണമാണ് 29-ന്. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന്റെ അഭിമുഖം പുറത്തു വരുന്നത് തെറ്റെന്താണ്? ഇതുപോലൊരു പുസ്തകം EP ജയരാജനും എഴുതിയല്ലോ. ആ പുസ്തകം അച്ചടിക്കുന്നതിന് മുമ്പിലേ തന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞ് DC ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു. സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവില്ല, ഞാൻ ചോദിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് നേരത്തെ വരികയും ആ പാർട്ടി കൊടുത്തിട്ടുള്ള വിശദീകരണവും ഉണ്ടാക്കി തീർപ്പും ബോധിക്കാത്ത മനുഷ്യനാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് പുസ്തകം തയ്യാറാക്കുന്നു, അതിൽ തെളിവുകളുണ്ടോ എന്ന് പറയുന്നു, അത് അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിമുഖം വരുന്നു എന്നത് അദ്ദേഹം ആസൂത്രിതമായി RSSുമായി ചേർന്ന് എഴുതിയ പണിയാണെന്ന് പറയുന്നതിന് ഒരു ലോജിക്കൽ ഗ്രൗണ്ട് കിട്ടുന്നില്ല. ഇത് RSSുമായിട്ട് ചേർന്നിട്ടാണോ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടാണോ, എന്തായാലും അദ്ദേഹം വർഗശത്രുക്കളുടെ കയ്യിലെ ഒരു ചട്ടുകമായി മാറുകയാണ് ഈ ഇലക്ഷൻ കാലത്തെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ഏകീകൃത അഭിപ്രായമാണുള്ളത്. പയ്യന്നൂരിലെ ഫണ്ട് വിവാദം 2022 മുതൽ CPIഎമ്മിനകത്ത് പുകഞ്ഞു പൊന്തുന്ന ഒന്നാണ്. അത് CPIഎം അടച്ചു എന്നാണ് വിചാരിച്ചെങ്കിൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. അതൊരു പയ്യന്നൂർ ലോക്കൽ ഇമ്പാക്റ്റ് ആയി ചുരുങ്ങുമോ? അല്ലല്ല, ഇതൊരു എന്താ പറയുക, വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ ഒരു ആള് മുദ്ര കുത്തിയിട്ട് ചാപ്പയടിച്ച് തകർക്കാനുള്ള നീക്കമുണ്ടല്ലോ, അതൊന്നും ഇന്നത്തെ കേരളത്തിൽ ചിലവാവില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ പമ്പര വിഡ്ഢികളാണ് എന്ന ധാരണയിൽ നിന്നാണ് ഈ തരം ആരോപണങ്ങൾ വരുന്നത്. കാരണം 10-50 കൊല്ലക്കാലം എനിക്ക് ഈ കുഞ്ഞികൃഷ്ണനെ ഞാൻ നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് പയ്യന്നൂരുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾ, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആൾ, ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളുകൾ, പൊതുപ്രവർത്തകനായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒരാളൊരു വളരെ ഗൗരവമുള്ളൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഒരു തരത്തിലുള്ള വൈകാരികതയും ഇതിനകത്ത് കാണിക്കില്ല. സ്പെസിഫിക് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ്. ആ തരത്തിലൊരു ആർഗ്യുമെൻറ്റ് വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നതിന് പകരം അയാൾ വർഗവഞ്ചകനാണ്, അയാൾ RSSൻ്റെ ഏജൻ്റാണ്, അയാൾ ചാനൽ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെത്തി കൈരളി ചാനൽ ഈ തരം ഒരു ഇൻ്റർവ്യൂ എടുക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഏതെങ്കിലും ഒരു ചാനലിൽ അദ്ദേഹത്തിന് വരേണ്ടി വരും, അദ്ദേഹത്തിന് പൊതുസമൂഹത്തോട് പറയേണ്ടി വരും. എന്തുകൊണ്ട് 2021 തെരഞ്ഞെടുപ്പിൻ്റെ
സമയം മുതൽ ഉള്ളൊരു വിഷയമാണിത്. 2021 വിഷയമാണ്. അപ്പോൾ ആ കക്ഷി അന്ന് പിന്നെ MLA ആള് അദ്ദേഹത്തിനെതിരായിട്ടാണ് ആരോപണം. അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തന ചുമതലയാണ്. കാരണം ഇങ്ങനെയുള്ള കറപ്റ്റായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള കപടന്മാരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ വീണ്ടും MLA ആയിട്ട് വരുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം വീണ്ടും ഈ വിഷയം ഉയർത്തുന്നത്. അത് കേരളീയ സമൂഹത്തോട് അദ്ദേഹം ചെയ്യുന്ന ഒരു സേവനം എന്നല്ലാതെ ഈ കള്ളന്മാരെയൊക്കെ പിന്നെ മാറോടടിച്ച് കൊണ്ടുപോകാൻ ഏത് കമ്മ്യൂണിസ്റ്റുകാരന് ഉത്തരവാദിത്തമുള്ളത്? ആ ഒരു ഉത്തരവാദിത്വം മാത്രമാണ്. ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ നയിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും സ്ഥാപിത താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നാളെ അദ്ദേഹം തന്നെ ഇലക്ഷൻ നിൽക്കാൻ പോണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് വളരെ സ്പെസിഫിക് ആണ്, വളരെ ക്ലിയർ കട്ടാണ്, വളരെ കൃത്യമായിട്ടുള്ള ആർഗ്യുമെന്റേഷനാണ്. അതിനോട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ മറുപടി വളരെ വളരെ വീക്കുമാണ്. അതാണ് പ്രശ്നം. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ആർഗ്യുമെന്റേ അല്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അത് ശരി. അല്ല, ഇതിനകത്ത് വസന്ത്, നിങ്ങളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം പൊക്കിക്കൊണ്ടുവരാൻ പോവുകയാണോ? ഈ ഫണ്ട് വെട്ടിപ്പിന്റെ കഥകൾ, സമീപകാല ചരിത്രങ്ങൾ, ഇവയൊക്കെ എടുത്താൽ നിങ്ങൾക്ക് എന്തുമാത്രം ശബ്ദത്തിൽ ഉയർത്താൻ പറ്റും സംശയമാണ്. ഒരു സംശയം വേണ്ട. ഒന്ന്, ജയരാജ് പറഞ്ഞ 2 കാര്യങ്ങൾക്ക് ഉത്തരം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇതാ പയ്യന്നൂരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ പോലീസ് അട്രോസിറ്റിയുടെ CCTV ദൃശ്യങ്ങൾ വരുന്ന കണക്കിന് പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സമയത്ത് വരുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, സർക്കാരിനെതിരായി ഒരു ആരോപണവും ഇല്ലാതെ നിൽക്കുമ്പോൾ, സർക്കാർ വളരെ കംഫർട്ടബിൾ ഒരു സോണിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വാദം നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ അതിനെ ടേക്കപ്പ് ചെയ്യാം. പക്ഷെ നോക്കൂ, സർക്കാർ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ വന്ന് ഒരു ആരോപണം ഉന്നയിച്ച് ധൻരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ക്രിയേറ്റ് ചെയ്ത് വേണ്ട സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തൽക്കാലം പ്രതിപക്ഷത്തിന് ശബരിമല കൊള്ള തൊട്ട് ഒരു ഡസൻ പ്രതിസന്ധികൾ സർക്കാരിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ആഡ് ഓൺ വിഷയമാണിത്. ഞങ്ങളുടെ കയ്യിൽ വിഷയമില്ലാതിരിക്കുമ്പോൾ ഒരു വിഷയം കുക്ക്ഡപ്പായി കൊണ്ടിരുന്നതല്ല, ഞങ്ങൾക്കൊരു ആഡ് ഓൺ ഇഷ്യൂവാണിത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ടേക്ക് നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. 2, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. പോലീസ് അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സഖാക്കൾ എത്രയോ തവണ പല പ്രശ്നങ്ങളും ഉയർത്തിയിട്ടുണ്ട്. പോലീസിനുള്ളിൽ RSSന്റെ ഫ്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ, അത് CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ആരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ഈ കണക്കിന് CPM ജില്ലാ സെക്രട്ടറിക്കോ ചർച്ചകളിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജയരാജ് അടക്കമുള്ളവർക്കോ ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ ഈ വിഷയം ഉയർന്നു വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൈകാരികമായ പ്രശ്നമാണ്. സ്വന്തം സഖാവിന്റെ രക്തത്തിന്റെ പണം പങ്കുവെച്ചതുമായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, ജയരാജ് പണ്ട് വളരെ മാന്യമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പല ചാനലുകളിൽ ഒരു 4 വർഷത്തിലേറെയായി ഒരുമിച്ചിരിക്കുന്നവരാണ്. ഡോക്ടർ ജയരാജ് ഇത്രമാത്രം ബാലിശമായ ആരോപണങ്ങളിലേക്ക് പോകുന്നത് ഏതാണ്ട് ഒരു 6 മാസക്കാലമായേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് കനകോലു ഞങ്ങൾക്ക് ക്ലാസ് തരുന്നതുകൊണ്ടാണ് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 6 മാസക്കാലമായി ഇവരുടെ PR എക്സസൈസിന്റെ മുഴുവൻ മറ്റേ അപ്പസ്തോലത്വം ഏറ്റെടുത്ത മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മറ്റേ കിണർഗോലും ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ക്ലാസ് കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബബ്ബ അടിച്ച് ചർച്ചകളിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നത് ജയരാജിനെ പോലെയുള്ളവർക്ക് പോലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, ഇനി അങ്ങയുടെ ചോദ്യം, അതായത് ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ കോൺഗ്രസ് അങ്ങ് പ്രതിക്കൂട്ടിലായി പോകുമോ? ഇല്ല നിഷാദെ, എവിടെയാവുന്നത്? അങ്ങ് ചോദിക്കുന്ന വയനാടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപ പിരിച്ചു. ആ പിരിച്ചതിന് ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ഞങ്ങളുടെ നിയോജക മണ്ഡലം കമ്മിറ്റികൾ, ഞങ്ങൾ ബ്ലോക്ക് കമ്മിറ്റികൾ എന്നാണ് വിളിക്കുന്നത്, ആ 140 ബ്ലോക്ക് കമ്മിറ്റികൾ എത്ര രൂപ വീതം ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചു എന്നതിന് കൃത്യമായ കണക്കുണ്ട്. അത് അക്കൗണ്ട് ത്രൂ ആണ്. ആ 1,05,00,000 രൂപ കഴിഞ്ഞ ദിവസം KPCCക്ക് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വെച്ചാണ് KPCC അധ്യക്ഷൻ അതിന്റെ ചെക്ക് ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ബാക്കി അംഗങ്ങളും, ഞങ്ങൾ അടങ്ങുന്ന ബാക്കി അംഗങ്ങളും ഏൽപ്പിച്ചത്. ആയതുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻവെസ്റ്റിഗേഷനും ആർക്കും നടത്താം. അതിന് 3rd ഏജൻസിയോ 4th ഏജൻസിയോ 5th ഏജൻസിയോ വരട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നേ. പക്ഷെ ഇവർ പറയുന്നത് എന്താ? ഇപ്പൊ നിങ്ങൾ നാളെ CBI വേണമെന്ന് പറയും, ED വേണമെന്ന് പറയും. അതുകൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങ് അന്വേഷിക്കുന്നില്ല. ജയരാജ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞ പക്ഷം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. വാർത്താ സമ്മേളനം നടത്തുന്ന ജില്ലാ സെക്രട്ടറിക്ക് സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. ചർച്ചയിൽ പങ്കെടുക്കുന്ന അടക്കമുള്ളവർക്ക് ഞങ്ങൾ അടങ്ങുന്ന സഹപാനലിസ്റ്റുകളെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. മിനിമം ഒരു കുറഞ്ഞ പക്ഷം നിങ്ങളുടെ മറ്റേ തൂക്കുകെട്ടയുമായി നടക്കുന്ന അന്വേഷണ കമ്മീഷൻ ഉണ്ടല്ലോ, ബാലൻ ശ്രീമതി കമ്മീഷൻ, ആ കമ്മീഷനെങ്കിലും വെക്ക്. ശ്രീമതി ടീച്ചറുടെ ബാഗ് കളഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിനകത്ത് ഇനി മിഷനൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ എനിക്കറിയില്ല. ഇനി ആ മിഷൻ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചോണ്ട് ഒരു തീവ്രത അടക്കൽ കമ്മീഷൻ, ധനരാജ് ഫണ്ട് കുറഞ്ഞോ എന്ന് സംബന്ധിച്ച ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം 2022 ഉയർന്നു വന്നിട്ടുള്ളതാണ്. അവിടുത്തെ പാർട്ടി കോമ്രേഡ്സിനും പാർട്ടി ബന്ധുക്കൾക്കുമെല്ലാം അറിയാവുന്ന ഒന്നാണിത്. പക്ഷെ പാർട്ടി അത് തീർപ്പാക്കി. അതോടെ തീർപ്പാവുകയും അവർക്ക് അവിടെ ഒരിളക്കവുമില്ലാതെ മുന്നോട്ട് പോകാനും കഴിഞ്ഞുവല്ലോ.
അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സംഗതി പാർട്ടിയുടെ ഗ്രൗണ്ടിനെ ഏതെങ്കിലും നിലയ്ക്ക്, അതിന്റെ സ്ട്രോങ് ഹോൾഡിനെ ഏതെങ്കിലും നിലയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്നോടാണോ ചോദ്യം? യെസ്. എന്നോടാണോ? അല്ല, പാർട്ടിയുടെ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാമല്ലോ. നിങ്ങൾ പയ്യന്നൂരിൽ നോക്കിയാൽ പയ്യന്നൂർ കാര എന്ന് പറയുന്നത് CPM മാത്രമുള്ള ഒരു പ്രദേശമാണ്. CPM മാത്രമുള്ള ആ പ്രദേശത്ത് വൈശാഖ് എന്ന് പറയുന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറി മത്സരിച്ചു. ആ മത്സരിച്ചപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു. CPM 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇതെന്താ കാണിക്കുന്നത്? പയ്യന്നൂരിലെ ജനങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഇടയിൽ ചെയ്യുന്നു, അവർക്കെതിരെതിരായിട്ട് മനപ്രയാസം ഉണ്ടെന്നാണല്ലോ. ഇനി CPM-ന് മൊത്തത്തിൽ നിങ്ങൾ എടുത്താൽ ഒരു കാര്യം നോക്ക്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ പരിശോധിക്കോ. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന് 14 അപേക്ഷിച്ച് 2024 1 ലക്ഷം വോട്ട് കുറയുന്നുണ്ട്. സംസ്ഥാനത്ത് മൊത്തത്തിൽ CPM-ന്റെ വോട്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ വോട്ട് കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ മലയാളം എന്താണ്? ആളുകൾക്കിടയിൽ CPM-ന്റെ നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ്. അത് മറ്റു തരത്തിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ഇത് ചെയ്തു എന്നുള്ളതാണല്ലോ വലിയ അപരാധമായിട്ട് പറയുന്നത്. ഞാൻ ജയരാജൻ സാറിനോട് ചോദിക്കുകയാണ്, നമ്മുടെ കൈരളി ചാനൽ ഞാനും നിങ്ങളും ഒക്കെ പണം പിരിച്ചുണ്ടാക്കിയ ഒരു ചാനലാണ്. നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന VS അച്യുതാനന്ദനും പ്രധാനപ്പെട്ട പങ്ക് ആ കൈരളി ചാനൽ നിർമ്മിക്കുന്നതിനുണ്ട്. ആ കൈരളി ചാനൽ നിർമ്മിച്ച് ആ കൈരളി ചാനലിനകത്ത് ഫാരീസ് അബൂബക്കർ എന്നവരുടെ ഒരു ഇന്റർവ്യൂ ജോൺ ബ്രിട്ടാസ് വെച്ചു. ആ ഫാരീസ് അബൂബക്കറിന്റെ ഇന്റർവ്യൂവിൽ VS അച്യുതാനന്ദനെ അടിമുടി അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു. ഞാൻ ചോദിക്കട്ടെ, കൈരളി എന്ന് പറയുന്ന പാർട്ടി ചാനൽ ഉപയോഗിച്ചിട്ടാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഒരാളെ അപമാനിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ജയരാജനോട് ചോദിക്കുന്നത്, ആ ചെയ്ത ആളുകൾക്കെതിരായി പാർട്ടി എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇനി ചാനലുകളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനലിലെ സംസാരിക്കാൻ പറ്റൂ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ വണ്ണിലാണ്. മീഡിയ വൺ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമുള്ള ഒരു ചാനലാണെന്ന് പറയുന്നു. ഞാൻ അതിൽ സംസാരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ എനിക്ക്? എന്തൊരു അസംബന്ധമാണ് ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്? മാർക്സിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുക എന്നാണ്. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നതല്ല, പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യസന്ധമായ ഉള്ളടക്കമുണ്ടോ? ഉള്ളടക്കത്തിൽ അത് ശരിയാണോ? ശരിയാണെങ്കിൽ നമ്മൾ അതിനാ മറുപടി പറയേണ്ടത്. കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞ കാര്യത്തിനകത്ത് വസ്തുതയുണ്ട് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുമ്പോൾ പാർട്ടിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലൊരു ചാനലിലൊക്കെ സംസാരിക്കുമ്പോൾ സാമാന്യമായ സത്യസന്ധത ഉണ്ടാവണം. കുഞ്ഞികൃഷ്ണൻ സഖാവ് ഈ പാനലിൽ ഇപ്പോൾ ഇല്ല. നേരത്തെ ആ പാനലിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉണ്ടായിരുന്ന ഒരു പാനലിലാണ് ജയരാജൻ സഖാവ് തെളിവ് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ അതിനകത്ത് ഇരിക്കുകയാണ്, ഞാനും അതിൽ ചർച്ചക്കാരനായിട്ടുണ്ട്. അന്ന് വളരെ കൃത്യമായി ഏതൊരു സാധാരണ മനുഷ്യനും കൺവിൻസ് ആവുന്ന രൂപത്തിൽ കൃത്യമായി അയാൾ സഖാവ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ആങ്കർ ചോദിച്ചു, ജയരാജൻ സഖാവിന് വ്യക്തമായോ ഇപ്പോ എന്ന് ചോദിച്ചു. ഒന്നും മറുപടി പറയാൻ പറ്റില്ല. എന്നിട്ട് അയാൾ ഇല്ലാ സമയത്ത് ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയുക. അതായത് ഇതുപോലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങൾ കൊണ്ടൊന്നും പരിഹരിക്കാവുന്നതല്ല ഈ പ്രശ്നങ്ങളൊന്നും. ഇങ്ങനെയല്ല നമ്മൾ ഈ പ്രശ്നത്തെ കാണേണ്ടത്. അതുമാത്രമല്ല, ഇത് പാർട്ടിയെ തകർക്കാനുള്ള പ്രവർത്തനമാണെന്ന് പറയരുത്. എന്തുകൊണ്ട് ഇപ്പോൾ ഉന്നയിക്കുന്നു എന്നാണ് ജയരാജൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഉന്നയിക്കുന്നതിന് കൃത്യമായി കുഞ്ഞികൃഷ്ണ സഖാവ് മറുപടി പറഞ്ഞു. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തെരഞ്ഞെടുപ്പ് കണക്ക് 2025 പുതിയ തെരഞ്ഞെടുപ്പുകൾ ആയെത്തിയിട്ടും 5 വർഷക്കാലമായിട്ട് ഇതുവരെ സെറ്റിലായിട്ടില്ല, അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി 2025 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത് ഉന്നയിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അങ്ങനെ ഒരു രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടോ? ശരി, എന്തായാലും പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും ദുരൂഹതകളും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് പറയാം. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും പൊതുവിടത്തിൽ ഉത്തരം പറയാൻ കഴിയില്ല എന്നൊന്നില്ല. CPIM സ്വീകരിക്കുകയൂടി ചെയ്യുന്നതുകൊണ്ടാണത്. എന്തായാലും അതിന് വരും ദിവസങ്ങൾ അതിന് പൊളിറ്റിക്കലി എങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെന്ന കാര്യം നോക്കിക്കാണേണ്ടതാണ്. എനിക്ക് സമയം കുറവ്, ഞാൻ ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞില്ല. സോറി ജയരാജ്. താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ബാലകൃഷ്ണൻ, ജയരാജ്, ചെക്കുട്ടി, വസന്ത്, ഇവിടെ വേണം.